നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നോമ്പുകാരന് പ്രതിഫലം നൽകുന്നത്. മറ്റു പല ഇബാദത്തുകളും പലരും ചെയ്യുന്നത് പലരെയും കാണിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കല്യാണമൊക്കെ അടുക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവരാണോ എന്ന് ചോദിച്ചിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റു പല ഇബാദത്തുകൾക്കും നമുക്ക് സൃഷ്ടികളിൽ നിന്ന് ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ നോമ്പ് എന്ന് പറയുന്നത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു രഹസ്യ കരാറാണ്. അത് രാത്രി നിയത്ത് ചെയ്ത് സുബ്ഹിയുടെ മുമ്പ് അത്താഴം കഴിച്ച് റാഹത്തോടുകൂടെ പിന്നെ സൂര്യാസ്തമയം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അതിൽ നിന്നെല്ലാം മാറി നിന്ന് ഒരു നല്ല നോമ്പുകാരനായി തഖ്വ നേടിയെടുക്കുന്നവനായി മാറുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണമറ്റ പ്രതിഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേക കണക്കൊന്നും പറഞ്ഞിട്ടില്ല നോമ്പിൻ്റെ പ്രതിഫലത്തിന്. അള്ളാഹു വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ അതിൽ പെടണ്ടേ? ഇൻഷാ അള്ളാഹ്. അള്ളാഹുവെ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.